മാറി മാറി വന്ന പോലെ സമസ്തക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. പരിശോധിക്ക്. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കാൻ, എന്റെ നാടിനടുത്താണ് കാന്തപുരം എന്ന് പറയുന്ന സ്ഥലം, ബഹുമാനപുര സ്ഥലം. ഉസ്താദിന്റെ മോനുണ്ട് അബ്ദുൽ ഹക്കീം മസരി, നിങ്ങളൊക്കെ കേട്ടത്. അവിടെ നോളജ് സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. നാട്ടിൽ നിന്നൊക്കെ പലരും അവിടെ വരാറുമുണ്ട്. കൈതപ്പൂയില്ലേ, എന്റെ ഇളയമന്റെ നാടാ, അതുകൊണ്ട് എനിക്ക് സുപരിചിതമാണ്. അപ്പൊ അവിടെ വന്ന് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ, അങ്ങനെയാണല്ലോ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുമ്പോ അദ്ദേഹം പറയാണ്, അപ്പോഴൊക്കെ പ്രതിസന്ധി നേരിട്ടപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്ക് ശരിക്ക് ചിന്തിക്കാനുള്ള 5 പോയിന്റുകൾ ഞാനിത് പറഞ്ഞുതരാം. പ്രതിസന്ധി ഘട്ടത്തിൽ അല്ല ചോദിക്കുകയാണ് 27-ാം അധ്യായം 62-ാമത്തെ വചനത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് വിളിക്കാൻ കുറെ ഇലാഹുകളുണ്ടോ എന്നൊരു ചോദ്യം അല്ല ചോദിക്കുകയാണ്. അപ്പൊ അബ്ദുൽ ഹക്കീം അൻസാരി പറയാണ്, ഞങ്ങൾക്ക് 313 ഇലാഹുണ്ട്. ഞങ്ങൾക്ക് എത്ര ഇലാഹുണ്ട്? 313 ഇലാഹുണ്ട്. ഒരാളല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, പിന്നെ ഞങ്ങൾക്ക് 313 ഇലാഹുകളുണ്ട് എന്ന് അബ്ദുൽ ഹക്കീം അൻസാരി സാക്ഷി വഹിച്ചുകൊണ്ട് പറയാണ്. ഇത് കേട്ടപ്പോ ഒരു ക്രിസ്ത്യാനി അബ്ദുൽ ഹക്കീം അൻസാരിയോട് ചോദിക്കാന്ന് വിചാരിക്കുക, എന്ത്? ഞങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഞങ്ങളെ പറ്റി പറയുന്ന ട്രിനിറ്റി, ത്രിമൂർത്തി ദൈവങ്ങൾ, 3 ദൈവസങ്കല്പം അല്ല. 3 ദൈവത്തെ വിളിക്കുന്ന ഞങ്ങളെ പറ്റി ഖുർആൻ പറയുന്നത് വലദ്ദാലീൻ, പിഴച്ചവർന്നാ. അപ്പൊ 313 എണ്ണത്തിന് വിളിക്കുന്ന നിങ്ങൾ എങ്ങനെ ഹിദായത്തിലായത്? ആ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് പറയും അബ്ദുൽ ഹക്കീം അൻസാരി? നോക്ക് ചങ്ങായിമാരെ, ഒരു ഭാഗത്ത് നിന്ന് ക്രിസ്ത്യാനി 3 ദൈവത്തെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിന്റെ അപ്പുറത്ത് നിന്നിട്ട് കാന്തപുരത്തിന്റെ മോൻ വിളിക്കുന്നത് 313 ഇലാഹിനെ. അപ്പൊ ആരാ കൂടുതൽ പിഴച്ചത്? എന്നിട്ട് നമ്മൾ ഫാത്തി ഓതുക പള്ളി കയറിയിട്ട്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, പടച്ചോനെ ക്രിസ്ത്യാനിന്റെ മാർഗത്തിൽ. അപ്പൊ ക്രിസ്ത്യാനി വലിയ പ്രതിഷേധം. എന്താ പറയുന്നത്? ഞങ്ങൾ 3 ദൈവത്തെ വിളിച്ചിട്ടും ഞങ്ങളെ വലദ്ദാലീൻ നിങ്ങളെ ഖുർആൻ പറഞ്ഞു, നിങ്ങളെ 313 ദൈവത്തെ വിളിച്ചിട്ടും നിങ്ങൾ സ്വർഗത്തിൽ നിന്നോ? ഇതെന്ത് പടച്ചോനാടാന്ന് ചോദിച്ചാല് അങ്കടി മുഖകാരും ഞാൻ മനസ്സിലാക്കുന്ന തലച്ചോറ് ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കും. അടുത്തത് വളരെ ഗൗരവാലോചിക്കണേ. ഈ ഈസാ നബിയെ കുരിശിലേറ്റി, പിലാത്തോസിന്റെ പടയാളികൾ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി. ഈ കുരിശിലേറ്റുന്ന സമയത്ത് യേശു ക്രിസ്തു കൈ ഉയർത്തി ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, പിതാവേ, അങ്ങെന്നെ കൈവടിഞ്ഞതെന്തേ? കർത്താവേ, കർത്താവേ, അങ്ങെന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങെന്നിൽ നിന്നുയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മാ സബക്താനി. കുരിശിലേറുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണല്ലോ നമ്മളൊരാൾ കൊല്ലുക എന്ന് പറയുന്നത്. ഒരു ടീം ചേർന്ന് എന്നെ കൊല്ലുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ? ആ പ്രതിസന്ധിയിൽ ഈസാ അലൈഹിസ്സലാം, യേശു ക്രിസ്തു പരമദയാലുവായ പടച്ചതമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് 4 സ്ഥലത്ത് ബൈബിൾ പറയാണ്. യേശു പടച്ചോനെ മാത്രമാണ് വിളിച്ചതെന്ന് 4 സ്ഥലത്ത് ബൈബിൾ പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താ? ഒരു പ്രതിസന്ധി വന്നപ്പോ യേശു ക്രിസ്തു കാണിച്ചു കൊടുത്ത വഴി ഏതാ വഴി? പടച്ചവനോട് മാത്രം തേടിയിട്ട് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ തേടുന്ന വഴി ഈസാ നബി കാണിച്ചു കൊടുത്തു. ക്രിസ്ത്യാനികൾ അംഗീകരിച്ചോ? 260 കോടി വരുന്ന ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചോ? 260 കോടി വരുന്ന ക്രിസ്ത്യാനികൾ അത് അംഗീകരിച്ചോന്ന്? ഇല്ല. എന്നിട്ട് ഓലെന്താ പറയണത്? ഞങ്ങളാണ് യേശുവിന്റെ വലിയ ആളുകൾ. ചിന്തിക്കുന്നവർക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. ചിന്ത ഉള്ളോന്, അല്ലാത്ത മൂക്കറ്റം ബിരിയാണി കയറ്റി കിടക്കും. ഞാൻ ഒരു സംശയം പറയും, നിങ്ങൾ ആലോചിക്കും. ഈസാ നബി പടച്ചോനോട് മാത്രം തേടി. പക്ഷെ ക്രിസ്ത്യാനികളോ? പ്രതിസന്ധി വരുമ്പോ ഞങ്ങൾക്ക് ഈസാ നബി തേടി അള്ളാനെ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി, നിങ്ങൾ തന്നെയാണ് പടച്ചോൻ. ഇനി ഇതേ അവസ്ഥയാണ് സമസ്തക്ക് എന്ന് ഞാൻ 2 മിനിറ്റ് കൊണ്ട് തെളിയിച്ചു തരാം. എനിക്ക് ക്രിസ്ത്യാനികളോടും സമസ്തയോടും ഒരേ സമീപനം.
ഒരേ സമീപനം. എനിക്ക് ഇവിടുത്തെ ചന്ദ്രനോടും ഇവിടുത്തെ അബൂബക്കറിനോടും എനിക്കൊരേ സമീപന. എന്താ? വിശ്വാസത്തിൽ രണ്ടുപേർ. ഒരു വേള ഇവിടുത്തെ മുസ്ലിങ്ങളെക്കാൾ പിഴച്ചവനാണ് മുസ്ലിമുകൾപ്പെട്ടവർ. അത് ഞാൻ തെളിയിച്ചു തരും. തെളിവല്ലെങ്കിൽ നിങ്ങൾ തെളിവല്ല എന്ന് പറയണം. അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായിക്കൂടി. പിന്നെ എന്തേ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അതേ കാര്യം? ഏത് യേശു ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു. ഈസാ അലൈഹിസ്സലാം ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു. ശരി, നമ്മൾ ബദർ യുദ്ധം എടുക്കുക, ഒരു പ്രതിസന്ധിയാ. മറുഭാഗത്ത് 1000 ശത്രുക്കളാ, സർവായുധ വിഭൂഷികളാണ്, എല്ലാം ഉണ്ട്. മറുഭാഗത്ത് ദുർബലരായ 313. അവര് പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്തിഹാസ നടത്തിയത് റബ്ബിനോടാണ് എന്ന് റബ്ബ് പറയുന്നു. റബ്ബിന്റെ ഖുർആനിൽ പറയുന്നു. ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം തീരുമാനം. എന്തിനൊരുങ്ങുമ്പോഴും ആലോചിച്ചിട്ട് തീരുമാനം. രക്ഷപ്പെടും പരലോകത്ത്. അല്ലെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടല്ല. അല്ലാഹ് ഞാനൊക്കെ വളരെ കരുത്തുറ്റൊരു കൽബായിട്ടാണ് ജീവിക്കുന്നത്. എത്ര ആള് വിമർശിച്ചാൽ ചെവിയിൽ കേൾക്കാൻ പോലും ഞാൻ സന്നദ്ധനല്ല. കാരണം അള്ളാന്റെ ഖുർആൻ നിരന്തരം വായിക്കുന്ന എനിക്ക് വേറൊരു തന്നെ കുശുകുശുക്കലേക്ക് കേട്ട കാര്യമില്ല. ആ ഖുർആനിലുള്ളതിനപ്പുറത്ത് ഒരുത്തന്റെ ബുദ്ധി എനിക്ക് ആവശ്യമില്ല. ഒരു സംഘടനയുടെ ബുദ്ധിയും ഞാൻ സ്വീകരിക്കാറില്ല, നാളെ സ്വീകരിക്കാൻ തയ്യാറുമല്ല. മറിച്ച് ഖുർആനെതിരെ ഞാൻ പറയുന്നുണ്ടോ അതിന്റെ പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഹദീസിനെതിർ പറയുന്നുണ്ടോ തിരുത്താൻ തയ്യാറാണ്. ശരിക്ക് ചിന്തിക്ക്. ബദർ യുദ്ധം ഒരു പ്രതിസന്ധിയാണോ? ആ ബദർ യുദ്ധത്തിൽ അവരാരോട് തേടി? നബിയുടെ കൂടെ സ്വഹാബത്തുണ്ടല്ലോ, അവരൊക്കെയാണല്ലോ ബദരീങ്ങൾ. ആ ആളുകളെയാണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത്. നബി അടക്കമുള്ള ആളുകളെയാണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹ് ഖുർആനിൽ പറയാട്ടോ, 8-ാം അധ്യായം. ഇങ്ങനെ ഒരു അധ്യായം അല്ലേ നിങ്ങൾ പറയണം. 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 9-ാമത്തെ വചനം. കയ്യിൽ മൊബൈൽ ഉണ്ട്, ഇപ്പൊ തന്നെ എടുത്തു നോക്കു മോനെ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിലോ. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ വലഖദ് നസ്റകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല വത്തഖുല്ലാഹ്. രണ്ട് സ്ഥലത്തുള്ള രണ്ട് വചനം ഞാൻ പറഞ്ഞു. ഒന്ന് 8-ാം അധ്യായം 9. അതിലെന്താണെന്ന് അറിയോ? നിങ്ങള് അള്ളാഹുവിനോട് ഇസ്തിഹാസ നേടിയപ്പോൾ റബ്ബേ ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങളെ സഹായിക്കണം, അവർ ഭൂരിപക്ഷമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെ ആരാധിക്കുന്നവർ, നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ ചോദ്യം അബ്ദുൽ ഹക്കീം എന്താ ചെയ്ത്? ക്രിസ്ത്യാനികളെ പോലെ ചെയ്തു. ഈസാ നബി പ്രതിസന്ധി വന്നപ്പോൾ റബ്ബിനോട് ദുആ ചെയ്ത് കാണിച്ചു. അത് ക്രിസ്ത്യാനികൾ അംഗീകരിച്ചില്ല. പ്രതിസന്ധി വന്നവൻ നബിയും സഹാബത്തും അള്ളാഹിനോട് തേടിയതായി അവർ തേടി. അല്ലാഹ് പറഞ്ഞു തന്നു, അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞു തന്നു. നമ്മൾ എന്താ ചെയ്ത്? പ്രതിസന്ധി വന്നപ്പോ, നോളജ് സിറ്റിക്ക് പ്രതിസന്ധി വന്നപ്പോ ബദരീങ്ങളെ വിളിച്ചു. പറയൂ, ക്രിസ്ത്യാനിയും കാന്തപുരം ടീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ചോദിക്കുന്നു, എന്താണ് വ്യത്യാസം? നിങ്ങൾ ദേഷ്യം പിടിക്കാനല്ല, നിങ്ങൾ പറയൂ, എന്താ വ്യത്യാസം? തീർന്നില്ല. ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങള്, അയാള് കടലിലെ കാറ്റിലും കോളിലും പെട്ട് ബുദ്ധിമുട്ടിയപ്പോ അദ്ദേഹം പറയാണ്, എന്റെ മനസ്സിലൊക്കെ അപ്പോഴൊക്കെ ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളെ മാത്രമാണ്. മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. ഇനി അല്ലാഹ് ഖുർആനിൽ പറയാണ്, അബൂജഹലിന് പോലും കടലിൽ വെച്ച് റബ്ബിനെ അല്ലാതെ ഒരു വലിയനെ ഓർമ്മ വന്നിട്ടില്ല. അബൂജഹൽ പോലും കടലിൽ വെച്ച് ഒരിക്കലും തങ്ങന്മാരെയും ബീവിമാരെയും വിളിച്ചിട്ടില്ല. പക്ഷെ ഖലീൽ തങ്ങൾ അവിടെ വെച്ചും വിളിക്കണേ, കടലിലും വിളിക്കണേ, കരയിലും വിളിക്കണേ. എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ, ഇത്ര കൃത്യമായ ഒരു ചരിത്രം ഖുർആൻ. അബൂജഹലിന്റെ മോനാണോ ഇക്രിമ? ഉസ്താദിന്റെ മകനെ പോലെ, അബ്ദുൽ ഹക്കീമിനെ പോലെ ഈ പറഞ്ഞ ആള് ഇക്രിമ അബൂജഹലിന്റെ മോനാ. ഇസ്ലാം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇക്രിമ പോവുകയാണ്, കപ്പലിൽ കയറി. ചുരുക്ക പറയുന്നത്
ചുരുക്ക പറയുന്നത്. ഇന്നത്തെ പോലെ ക്ലാരിറ്റി വരുത്തുന്ന ഒരു പ്രസംഗം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. മനസ്സിലായിക്കൂടി? ഈ അങ്കടി മുഖർ രൂപപ്പെട്ടതിന് ശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? അത്ര കൃത്യമാണ്, അത്ര ക്ലാരിറ്റി ഉള്ള കാര്യമായി പറയുന്നത്. ശ്രദ്ധിക്ക്. നോക്ക്, ഇക്രിമ കപ്പല്. അപ്പൊ കാറ്റും കോളും വന്നിട്ട് കപ്പല് പായക്കപ്പലാണ്. ആ കപ്പൽ ഇങ്ങനെ ആടി ഉലയുമ്പോ കപ്പിത്താൻ പറയാണ് അള്ളാനെ വിളിച്ചോളി. ഇക്രിമ ഞെട്ടിപ്പോയി. ഇത് കരയില് വെച്ചിട്ട് തങ്ങന്മാരെ വിളിച്ചോളി, ഔലിയാക്കളെ വിളിച്ചോളി, കണ്ടോലെ വിളിച്ചോളി, അല്ലല്ലാത്തോലൊക്കെ വിളിച്ചോളി എന്ന് പറഞ്ഞ കൗമ് കടലില് കാറ്റും കോളും വന്ന് പറയാം അള്ളാനെ വിളിച്ചോളി. അപ്പൊ എല്ലാരും ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് ഇക്രിമ ചോദിക്കണം, എന്താ പറഞ്ഞേ? മുഹമ്മദ് നബി വിളിക്കാൻ പറഞ്ഞ അള്ളാനെ വിളിക്കാൻ. മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ വിളിക്കാനാ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളി. അബൂജഹലിന്റെ മോന്റെ കഥയാ പറയുന്നത്. വേണമെങ്കിൽ മക്കളെ കേട്ടോളി. ബാപ്പ മുശ്രിക്കായി നിങ്ങൾ ബേജാറണ്ട, നിങ്ങൾ മാറിക്കളാ. അവിടെ അങ്ങനെ ഉണ്ടാവും. ഉസ്താദിന്റെ വലിയ മഹല്ല് ഖാദിയാരുടെ മഹല്ല് പ്രസിഡന്റ് ഒക്കെ മക്കളെ ബാപ്പാനൊന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല. അള്ളാഹ് ചോദിക്കാൻ, വിവരം കെട്ടോനാ എന്റെ ബാപ്പ, ജഡ് വിട്ടേളാ, അള്ളാന്റെ ദീനെ സ്വീകരിച്ചോ എന്നാ പറഞ്ഞ ഖുർആൻ. 5-ാം അധ്യായം ഞാൻ ഓതി 104-ാമത്തെ വചനം. ഇനിയും ഓതാൻ പറ്റും എനിക്കതിൽ അനേക വചനം. സൂറത്തുൽ ലുഖ്മാൻ എടുത്തു നോക്കിക്കേ, 22-ാമത്തെ വചനം എടുത്തു നോക്കിക്കേ. ബാപ്പയും ഉമ്മയൊക്കെ വിവരം കെട്ടവരാണെങ്കിലും അതെന്നാ വിവരക്കേട് സ്വീകരിക്കണ്ട, കാലം മാറി സത്യത്തിലേക്ക് മടങ്ങിക്കോന്നാണ് അവിടെ ഒക്കെ പറയണേ. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയണേ, ഇക്രിമ ചോദിക്കുകയാണ്, മുഹമ്മദ് നബി വിളിക്കാൻ പറഞ്ഞ അള്ളാനെയാണോ? ആ അള്ളാനെ വിളിക്കാൻ പറ്റൂല, അള്ളാനെ മാത്രം വിളിക്കാൻ പറ്റൂല, വലികളെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പോരിന്. എന്നിട്ട് ഇക്രിമ പറയാണ്, ഇക്കടലിലെത്തിയിട്ട് പിന്നെ ആ അള്ളാനെ വിളിക്കാനാണെങ്കിൽ എനിക്ക് കരയിൽ നിന്നാ പോരെ, മുഹമ്മദിൽ വിശ്വസിച്ചാ പോരെ? മുഹമ്മദ് പറഞ്ഞ കറക്റ്റാന്നല്ലേ നിങ്ങൾ പറയണത്? മുഹമ്മദ് പറയണ അള്ളാഹ്ക്കാണ് പവർ എന്നല്ലേ നിങ്ങൾ പറയണത്? അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, ബഡായി ഒന്നും അടിച്ചിട്ട് കാര്യമില്ല, വേണമെങ്കിൽ രക്ഷപ്പെടണേ അള്ളാനെ വിളിച്ചോ, മുഹമ്മദ് നബി വിളിക്കണം അള്ളാനെ വിളിച്ചോ. അപ്പൊ ഇക്രിമന്റെ തലച്ചോറ് അബൂജഹലിന്റെ അമ്മിന്റെ അടിയിൽ വെച്ചില്ല. അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ആയത്, അബൂജഹൽ കാഫിറു ആയത്. മനസ്സിലായിക്കോളി. ബാപ്പ കാഫിറായി മരിച്ചതും മകൻ ഈമാൻ കിട്ടി മരിച്ചതും കൊണ്ടറിയാം. തലച്ചോറ് ചിന്തിക്കുന്നുണ്ട്. ഇക്രിമ എന്താ ചിന്തിച്ചെന്നറിയോ? ഏറ്റവും വലിയ പ്രതിസന്ധി കടലിൽ. അങ്ങനാണെങ്കിൽ ഔലിയാക്കളെ എല്ലാ കഴിവും പ്രകടമാകേണ്ട സ്ഥലത്താണല്ലോ. അവിടെ ഒട്ടും കഴിവില്ല എന്നാ പറയുന്നത്. അവിടെ അള്ളാഹ് മാത്രമേ ഇടപെടൂ എന്നാ പറയുന്നത്. എങ്കിൽ അറിഞ്ഞോളീൻ, കരയിലെങ്ങാനും എന്റെ റബ്ബെന്നെ എത്തിച്ചാൽ ഞാൻ മുഹമ്മദ് നബി പറയുന്ന കരയിലും കടലിലും ആ റബ്ബിനെ മാത്രം വിളിക്കുന്നവനായി തീരും എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിക്കുക. അങ്ങനെ അദ്ദേഹം നബിയുടെ സദസ്സിലേക്ക് വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം. നബി പറയണം, അബൂജഹലിന്റെ മോൻ വരുന്നുണ്ട്. ഏത്? അബ്ദുൽ ഹക്കീം അസ്സരി നമ്മുടെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ റങ്ക്? അത് തന്നെ, ആ സംഭവം തന്നെ പറയണം. ഒന്നും പറയരുത്, സാധനം വലിയ പേച്ചതിന്റെ പേച്ചതാണ്, ബേജാറാണ്ട. ഇസ്ലാം സ്വീകരിച്ചാണ് വരുന്നത്, നല്ലോണം സ്വീകരിച്ചു കളിയും. ഈ ഇക്രിമ എന്താ തീരുമാനിച്ച് ഞങ്ങളോട് ചോദിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ കടലിൽ വെച്ച് പടച്ചോനെ വിളിച്ചു എന്ന് പടച്ചോനാ പറയുന്നത്. അപ്പടച്ചോൻ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ പടച്ചോനാണെന്ന് കപ്പിത്താനും പറഞ്ഞിരുന്നു. തീർന്നില്ല, ആ പടച്ചോനെ കടലിൽ രക്ഷപ്പെടുത്താൻ കഴിയൂ. കടലിൽ വെച്ചവർ അള്ളാഹിനോട് തേടിയത് തൗഹീദ്. പിന്നെന്തേ കരയെ ചെന്നപ്പോ ശിർക്കായത്? ഔലിയാക്കളെ വിളിച്ചു, അള്ളാഹ് കൊടുത്ത കഴിവെന്ന്. അതിന്റെ പേരാണ് ശിർക്ക്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിലത്ത് കിടന്ന ഉരുണ്ടുകളാ, വേറെ രക്ഷല്ലോ. കാരണം മനുഷ്യനായിട്ട് ഈ പ്രസംഗം കേൾക്കുന്നവർ മനസ്സിലാണ്ട വിത്തിൽ എന്നോട് പറഞ്ഞു. ഇനി ഇന്നേക്കാൾ മനസ്സിലാക്കി തരാൻ വേറൊരുത്തം വരില്ല. നിങ്ങൾ ഏത് പണ്ഡിതനെ കൊണ്ടുപോകണം, ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് അല്ലാഹ് തന്ന തൗഫീഖ് തന്നെയാണ്. ആ ക്ലാരിറ്റിയാണ് നിങ്ങളെ ബേജാറാക്കുന്നത്. ജാഹിദ് ബാൽഷന്റെ പേര് കാണുമ്പോൾ ബെർലി കൊള്ളുന്ന വേറൊന്നല്ല, ഈ ക്ലാരിറ്റി. നാനാ ജാതി മതസമൂഹത്തിന്റെ മുമ്പിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള ക്ലാരിറ്റി. ഇതിന്റെ വാപ്പാന്റെ ദുആന്റെ ഫല അത് പറയാൻ എനിക്കൊരു മടിയില്ല. 85 വയസ്സുള്ള എന്റെ അപ്പാന്റെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് അത്. ഒന്നെങ്കിൽ അടി ഉണ്ടാവും, ആ നാടാട് നന്നാവും. മനസ്സിലായോ? വളച്ചിട്ടാൻ ഞങ്ങളില്ല, വളച്ചിട്ട് പറയാൻ പറ്റില്ല. ഇത് ദീന, ഇത് അല്ലാഹുവിന്റെ മതം. അതുകൊണ്ട് ശരിക്കും ആലോചിച്ചോളൂ. എന്താണ് നിങ്ങൾ നോക്കൂ, ഖലീൽ തങ്ങളോ കടലിൽ വെച്ചിട്ടും ബദരീങ്ങളെ വിളിക്കുന്നു. അബൂജഹൽ പോലും കടലിൽ വെച്ചിട്ട് ഒരു ശൈഖിനെയും വിളിച്ചിട്ടില്ല, അള്ളാനെ മാത്ര. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, കടലിലും അള്ളല്ലാത്തോലെ കരയിലും അള്ളല്ലാത്തോലെ വിളിക്കുക. ഇതിനേക്കാൾ വലിയ പിഴവ് അബൂജഹലിനെ പറ്റിയിട്ടുണ്ടോ? നാളെ മഹ്ശറയില് അള്ളാന്റെ മുമ്പിൽ വരുമ്പോ അബൂജഹലിനെ നരകത്തിൽ കൊണ്ടോ അബൂജഹൽ പറയും, റബ്ബേ
കടലിലും കരയിലും ഞാനൽ റബ്ബെ നിന്നെ അല്ലാത്ത സൃഷ്ടികളെ വിളിച്ച ആളുകൾ നിൽക്കണ് വലിയ തങ്ങന്മാര് ഓരോ ഇന്റെ കൂടാട് പറഞ്ഞേക്ക്. അപ്പൊ അല്ല പറയും ഓരന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, ബേജാറാണ്ട അവിടെ ഉണ്ട്. ഈ പോക്കാണ് പോണതെങ്കിൽ ഷഹാദത്ത് കലിമ പുതുക്കി ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ വലിയ തങ്ങന്മാരാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വികാരം ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇതാകണം. ഇബ്രാഹിം നബിയുടെ വാപ്പാക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ലൂത്ത് നബിയുടെ ഭാര്യക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? നബിയുടെ മുത്താപ്പ എത്ര ആഗ്രഹിച്ചു നബി അമ്മി കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മുത്താപ്പ. പറഞ്ഞോ? ഉണ്ടായോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ വിചാരിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയൂല. മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 56-ാമത്തെ വചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി മുത്താപ്പക്ക് ഹിദായത്ത്. നേരെ മറിച്ച് നബി ഒരു ജൂതക്കുട്ടിയുടെ അടുത്ത് ചെന്നു, അവന് ഹിദായത്ത് കിട്ടി. അതാണ് നബി വിചാരിച്ച മുത്താപ്പ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ശരിക്ക് ആലോചിക്കും. ഞാൻ ഇനി നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാ റബ്ബിനോട് ചോദിച്ചാൽ മതിയാവൂല എന്ന് തോന്നിയേ? എനിക്ക് എന്റെ റബ്ബിനോട് ഇത് ചോദിച്ചാൽ കിട്ടൂല, പെട്ടെന്ന് കിട്ടണമെങ്കിൽ മൊയ്തീൻ ശൈഖ് എന്നെ വേണം നിങ്ങൾക്ക് തോന്നാൻ എന്താ കാരണം? എന്താ നിങ്ങളെ കാരണം എന്ന് പറയോ? നിങ്ങൾ ലോകത്തോടൊന്ന് പറയോ? നിങ്ങൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്ത് എന്റെ വാട്സപ്പിലേക്ക് ഞാൻ നമ്പർ വരെ നിങ്ങൾ അയച്ചു തരുമോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അല്ല മതിയായിപ്പെടുന്നില്ല? അല്ല ഖുർആനിലെ 39-ാം അധ്യായം ഇത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. 39-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ അല്ലാഹ് ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അല്ല പോരേ. അപ്പൊ ഈ ആയത്ത് തീരെ സഹിക്കാത്തവരാണ് സമസ്ത. അതുകൊണ്ട് ഈ ആയത്തിന് ഒരു പരിഹസിക്കുക ചെയ്യാം, കളിയൊക്കെ ചെയ്യാം. ഇത് അല്ലാഹ് ചോദിക്കുകയാണ്, എന്റെ അടിമക്ക് ഞാൻ പോരേ. നിങ്ങൾ പറയണം പോരാ, ഞങ്ങൾ പറഞ്ഞു മതി. അല്ലാഹു പറയണം ഞാൻ പോരേ അവർക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്താ അല്ലാഹ് പോരാത്തത്? അല്ലാഹ് എന്താണ് നിങ്ങൾക്ക് മതിയായിപ്പെടാത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും എന്തുണ്ടോ ഞങ്ങൾ റബ്ബിനോടാ. കാരണം അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾക്ക് മാതൃക കാണിക്കാൻ വന്ന ഒരു നബി പോലും മരിച്ചുപോയ മറ്റൊരു നബിയോട് ദുനിയാവിൽ നിന്നുകൊണ്ടൊരാഗ്രഹം പറഞ്ഞില്ല.